ചേച്ചി പോവണ്ട, അത് തന്നെ. വേറെ ആരുമില്ലേ പാർട്ടിയിൽ ഒരു റീത്ത് കൊണ്ട് വെക്കാനായിട്ട്? പാർട്ടി മെമ്പർ ഞാനല്ല, പഞ്ചായത്ത് മെമ്പർ ഞാനല്ലേ. മെമ്പറിന് പോകാൻ പറ്റാത്ത സമയം ഉണ്ടാവത്തില്ലേ അപ്പം? ഞാൻ ഇതെല്ലാം പറഞ്ഞു എനിക്ക് വയ്യാന്നൊക്കെ. എടാ ചെറുക്ക, അപ്രതീക്ഷിതമായിട്ട് ഒരു പാർട്ടിക്കാരൻ, പഴയ പാർട്ടിക്കാരൻ മരിച്ചുപോയി. അപ്പൊ എനിക്ക് അവിടെ ഇത് റീത്ത് വെക്കാൻ വേണ്ടി ചെല്ലണോന്ന് മെമ്പർ. സാധനങ്ങളൊക്കെ പിടിച്ചോണ്ട് ഒന്നും നടക്കത്തില്ല. എനിക്കാണെങ്കിൽ ഡാൻസ് ക്ലാസ്സിൽ പോണം. ഇവക്ക് ഒരിച്ചിരി കഴിഞ്ഞിട്ട് പോകാൻ പാടില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. പിള്ളേർക്ക് വേറെ അവർക്ക് ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ വെച്ചേക്കുന്നത്. ഇപ്പൊ വേറെ എന്തെങ്കിലും ആവശ്യം വന്നാ നീ ചേച്ചി സംശയം ഉണ്ടെങ്കിൽ ആതിരനെ വിളിച്ചു നോക്കുക. ഉത്സവത്തിന് അരങ്ങേറ്റം നടത്തുന്ന പിള്ളേരുടെ റിഹേഴ്സലാണ്. ഉത്സവത്തിനല്ല, ഇനി കുറെ സമയം. പിള്ളേരെല്ലാരും കൂടെ ആതിര വെച്ച ക്ലാസ് ആണ്, അവർക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. ഇത് അതൊന്നും അല്ല, എന്താന്ന് എനിക്കറിയാം. എന്ത്? നിനക്ക് എന്നോട് അസൂയായിട്ടാ. എന്തിനാ അസൂയ? പഴംപൊരി എന്നോട് ഉണ്ടാക്കാൻ അമ്മ പറഞ്ഞു, അതുകൊണ്ട്. എന്റെ ദൈവമേ, ഞാൻ സ്വപ്നത്തെ വിചാരിക്കാത്ത കാര്യം പറയരുത് കേട്ടോ ചേച്ചി. പിന്നെ ഇപ്പൊ വേറെ എന്തെങ്കിലും മരിപ്പ് നമുക്ക് വിചാരിച്ച സമയത്ത് വരുവാ അല്ല? ഞാൻ വിചാരിക്കുന്ന സമയത്താണ് ഒരാൾ മരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ചേച്ചി ഇവിടെ ഇന്നത്തെ ദിവസം ഇല്ലായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനെ? ചേച്ചിക്ക് പോകാൻ പറ്റില്ലല്ലോ. എവിടെയാണെങ്കിലും മരണം. ചേച്ചി കുറെ തലയിറങ്ങി കിടക്കുവാന്ന് പറ. ഒന്ന് നിർത്തണേ, ഞാൻ ആലോചിക്കട്ടെ എന്തോ വേണോന്ന്. കടയിൽ നിന്ന് വാങ്ങിക്കാനാണെങ്കിൽ അവിടെ ആരെങ്കിലും വാങ്ങിച്ചോളൂ. നിങ്ങൾ രണ്ടും ഇവിടെ പോവാൻ നോക്കി. ഓ, അത് തീരുമ്പോഴേ നമുക്ക് അടുത്ത സെക്ഷൻ ഇടാം. എന്തായാലും ഇന്നത്തെ പലഹാരം കലക്കി കഴിക്കുന്ന നാട്ടിങ്ങനെ നാമം ചൊല്ലാൻ പോലും മറന്നുകൊണ്ടിരിക്കും. നല്ല ഒന്നാം തരം നാടൻ ചണ്ടമുറിയുടെ ചൂട് ചുക്ക് കാപ്പി കലക്കി. മതിയല്ലേ? മതി 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 മതി. പിന്നെ കടയിൽ പോയതിന്റെ ബാക്കി ഒരു ഇച്ചിരി പൈസ എന്തായാലും ഉണ്ട്, അത് ഞാൻ തരാൻ കേട്ടോ, മറന്നിട്ടില്ല. അയ്യോ, അത് നീ വെച്ചേരാ. ശരി. ഇതും കൂടെ ഒന്ന് എടുത്തോണ്ട്. പിന്നെ കാപ്പി ചൂടായിരിക്കട്ടെ എന്ന് കരുതിയാണ് അവിടെ തന്നെ വച്ചിരുന്നത്. വാ, മരുമോളെല്ലാം ഉണ്ടാക്കി തന്നിട്ടാണോ പോയത്? അവക്ക് ഡാൻസ് ക്ലാസ്സിന് പോകണ്ടേ, പിന്നെ അവളെല്ലാക്കെ ഒന്ന് ഒതുക്കി തന്നിട്ടൊക്കെ പോയി. ഞാൻ തനിച്ചങ്ങ് ഉണ്ടാക്കി. ഭാഗ്യം. എന്തായി? എങ്ങനെ വളർത്തിയ മോനെന്നാ? എന്താണ് പോവാൻ വേണ്ടി വന്നാണോ? എന്താ ചായയും പലഹാരം ഒക്കെ? ഇവിടെ ആർക്കും സമയമില്ലാത്തോണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. എന്നാ ഇനി കടയിൽ നിന്ന് വാങ്ങിക്കണ്ട, ഞാൻ അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. നല്ല ചൂട് വീട്ടിലുണ്ടാക്കണ പഴംപൊരി കാര്യം മുരാന്നിരിക്കുന്നത്. അത് നിന്റെ പാർട്ടിക്കാർ കൊണ്ട് കൊടുത്താൽ മതി. തിന്നൂല്ലേ? ഇതെന്താടാ? ഇത് ചൂട് കാപ്പിയും പഴം പുഴുങ്ങിയതും. പഴം പുഴുങ്ങിയതോ? അപ്പൊ അമ്മയല്ലേ പറഞ്ഞത് ഉണ്ടാക്കണില്ല, കടയിൽ നിന്ന് മേടിക്കാൻ പോവാന്ന് നിങ്ങൾ ആരും കേട്ടില്ലല്ലേ? ചെറുക്ക, ഞാൻ പഴംപൊരി മേടിച്ചു കൊടുത്തു വിട്ട് അങ്ങോട്ട്. അപ്പൊ ഈ പഴം പുഴുങ്ങിയത് കാപ്പി ഇപ്പൊ എന്തോ ചെയ്യും? എനിക്ക് അറിഞ്ഞൂടെ, അമ്മയ്ക്ക് ഒരു വാക്ക് പറയാറുന്നില്ല അമ്മ മേടിക്കണ്ടെന്ന്. പഴം പുഴുങ്ങിയത് ഏട്ടൻ വിളിച്ചു പറഞ്ഞേ, പഴംപൊരി പറയാൻ പറഞ്ഞു അമ്മയ്ക്ക് കൊണ്ടുപോകാനായിട്ട്. ഞാൻ പിന്നെ അത് എണ്ണയായതുകൊണ്ട് പഴംപൊരി പറഞ്ഞില്ല. ആ കടയിൽ പഴം പുഴുങ്ങിയത് പറഞ്ഞു. അതാ കാപ്പി പെട്ടെന്ന് ഇടാം. ഈ പഴം പുഴുങ്ങിയത് എന്തോ? ഇതെന്തുവാ? ഇതിവിടെ ഞങ്ങൾ ഉണ്ടാക്കി. നിങ്ങളത് പറഞ്ഞില്ലല്ലോ. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ ഇതൊന്നും പോരാതെ അങ്ങോട്ട് പഴംപൊരി കൊടുത്തു വിട്ടിട്ടുണ്ട്. അതെവിടുന്ന്? ഞാൻ അവിടുന്ന് മേടിച്ചത്. എന്റെ ദൈവമേ, ഇപ്പൊ എന്റെ ദൈവമേ, അപ്പോഴാർക്കും വയ്യായിരുന്നു. ഇത് കണ്ടിട്ട് ഗിരിരാജമാമൻ കൊടുത്തുവിട്ട പഴം പുഴുങ്ങിയതാണെന്നാ തോന്നുന്നത്. അതെന്തോ അത് പഴം പുഴുങ്ങിയത്? ആരെന്ന്? ഇവിടുത്തെ അമ്മ. ഞാൻ പറഞ്ഞില്ലേ? എന്റെ അയ്യപ്പ സ്വാമി, ഞാൻ എന്താ ഈ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്?